ഐതിഹാസികമായ ഒരു പ്രതിഷേധ സമരത്തിന് തൽക്കാലത്തേക്ക് വിരാമമിടുകയാണ് ഈ പ്രതിഷേധ സമ്മേളനത്തോടുകൂടി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം നടത്തിയ സമ്മേളനത്തിന് ഇവിടെയായിരിക്കുമ്പോൾ നാം കൃതജ്ഞതയുള്ളവരാണ്. നാം വെറുതെ ഒരു സമരം നടത്തുകയായിരുന്നില്ല. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതിലോമ ശക്തികൾ, അന്ധകാര ശക്തികൾ, തിന്മയുടെ ശക്തികൾ, പിശാചുക്കൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു നാം നടത്തിയത്. അതിന് നമ്മുടെ എല്ലാ മേഖലകളിലും സജീവമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഇന്ന് ഈ പ്രതിഷേധ സമരത്തിന് നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ സൈറ്റിൽ നിന്ന് പിൻവലിക്കുന്നു. ഗവൺമെന്റ് ഇത് എടുക്കുകയില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ സമരത്തിന് വിജയത്തിലേക്ക് നാം എത്തുമ്പോൾ ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുകയാണ്. 7-ാം സങ്കീർത്തകൻ പറയുന്നത് എത്ര കൃതജ്ഞതയോടുകൂടി നാം അനുഭവിക്കാം. കർത്താവിന്റെ പക്ഷത്തുള്ള പൗരന്റെ പ്രകാശമാകുന്നു. ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? നമ്മൾ ആരെയും ഭയപ്പെടുകയില്ലെന്ന് നമ്മുടെ ഈ ദിവസങ്ങൾ തെളിയിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം നിങ്ങളുടെ വലിയ പങ്കാളിത്തം കൊണ്ട് തെളിയിക്കുകയാണ്. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാണ്. ഞാൻ ആരെ പേടിക്കും? അപ്പോൾ ആരെയും നമ്മൾ പേടിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് തെളിവാക്കി കൊടുക്കുന്നത്. ദുഷ്ട സൈന്യങ്ങൾ എനിക്കെതിരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. വലിയ ദുഷ്ട സൈന്യങ്ങളാണ് നമുക്കെതിരെ വന്നത്, നമ്മൾ ഭയപ്പെട്ടില്ലല്ലോ. നാം ഒന്നിച്ചു നിന്ന് പോരാടുകയല്ലേ. മഹാസൈന്യങ്ങൾ എനിക്കെതിരെ വന്നാലും ഞാൻ മുട്ടുമടക്കുകയില്ല. നമ്മുടെ ഈ സമുദായം ഒരിക്കലും മുട്ടുമടക്കുകയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൂടെ. ഇപ്പോൾ 27-ാം സങ്കീർത്തനത്തില് കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ അനന്തമായ കരുതലും ഈ 2000 വർഷത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് മരുഭൂമിയിൽ എങ്ങനെ മോശയോടൊപ്പം മേഘത്തിന്റെ തണലായും അന്ധകാരത്തിൽ പ്രകാശമായും മരുഭൂമിയിൽ നീരുറവയായും പാറയിൽ നിന്ന് ജലമൊഴുക്കി സംരക്ഷിച്ച ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ഈ വലിയ ഒരു ആശ്വാസം നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടിയുണ്ട്. അത് നമുക്ക് സാധിക്കുകയാണ്. ഈ വലിയ പ്രതിസന്ധിക്ക് എതിരെ ശക്തമായി നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ട് ഇത് കടന്നു വരികയില്ല, ഒരിക്കലും വരാൻ സാധ്യതയില്ല. നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ പോലും ഉണ്ടെന്നുള്ളത് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിച്ചത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ, മാലാഖമാരുടെ വേഷത്തിൽ വരുന്ന ദുരാത്മാക്കൾ, പ്രിയപ്പെട്ടവരെ അവരുണ്ട്. ഒരു കുഴപ്പവുമില്ല. ഒട്ടകത്തിന് തല കൊടുത്തതുപോലെയാണ് ഈ ബില്ലിന്റെ ചെറിയൊരു ഭാഗത്തിന് മൗനമായി നാം അംഗീകാരം കൊടുത്താലെന്ന് തിരിച്ചറിയുവാൻ അന്ധരായി തീർന്നവരാണ് അവര്. എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ധീരതയോടുകൂടി മുന്നോട്ട് കടന്നു വരുവാൻ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വളരെയധികം ശക്തമായിട്ട് ഓരോ രൂപതയിലുള്ളവര്, അഭിമന്യ പിതാക്കന്മാരുടെയും ഇതിന് നേതൃത്വം നൽകുന്ന ഡയറക്ടർമാരുടെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഓരോ ഇടവകയിലുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികള് അതിന്റെ സജീവ പ്രവർത്തകരായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചു എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള നമ്മുടെ പ്രവർത്തനമാണ് ഈ വിജയം വരിക്കുവാൻ നമുക്ക് സാധിച്ചത്. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്കിതുപോലെ നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ ഈ നേതൃത്വത്തിന്റെ ശക്തമായിട്ടുള്ള വലിയ പ്രതിരോധം അത് നമുക്ക് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് കമ്മീഷന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കൈകടത്താൻ സാധിക്കുകയില്ല. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം പറഞ്ഞ് നമുക്ക് ആശ്വാസം നൽകി നമ്മുടെ വിജയം നമുക്ക് നൽകുന്ന ഈ മുഖ്യമന്ത്രിയോടുള്ള നമ്മുടെ കൃതജ്ഞതയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ ശക്തികളും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ഈ പ്രതിരോധ ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ വിവിധ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നമുക്ക് ഇത് യുദ്ധം അവസാനിപ്പിക്കുകയല്ല, നാം ആരംഭിക്കുകയാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാം ഒരുമിച്ച് പ്രവർത്തിക്കണം. കൃത്യതയോടുകൂടി നമുക്കായിരിക്കണം. നമ്മെ വിഷമിപ്പിക്കുന്ന പല ഘടകങ്ങളും വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വരും. അപ്പോഴെല്ലാം നമുക്ക് ധീരതയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തില് മഹാഭാരതത്തിൽ നാം കാണുന്നത് പോലെ
ഈ സഭയെ തകർക്കാമെന്ന്, ഒരു നീതിയോടെ സത്യത്തോടെ പ്രവർത്തിക്കുന്നവരെ തകർത്ത് കളയാമെന്ന് കരുതിയ അന്ധനായ ധൃതരാഷ്ട്രരെ പോലെയാണ് ചില ന്യായാധിപന്മാര്. അന്ധരാണ് അവർ ആലിംഗനം ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ നാം വെച്ചു കൊടുത്തത് ഒരു ഇരുമ്പ് പ്രതിമയാണ്. ആലിംഗനം ചെയ്തു, പക്ഷെ ഞെരിഞ്ഞമർന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല, വെറും കടലാസ് മാത്രമാണ് ഞെരിഞ്ഞമർന്നത്. അതുപോലുള്ള പ്രവർത്തനങ്ങളാണ്. ഈ കാലഘട്ടത്തില് പേര് തോമസ് തന്നെ. നമുക്ക് വിശ്വാസം പകർന്നുന്ന തോമസ്, നല്ല പേര്. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ തോമസിന്റെ വിശ്വാസമുണ്ട്. വിലാപ്പുറം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ നീ കൈവെക്കൂ എന്ന് പറഞ്ഞു തോമസ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് വീണ്ടും തിരുവിലാവ് കാണിച്ചുകൊണ്ട് പറയുകയാണ്, തോമസ് നീ ഇവിടെ കൈവെക്ക്, നീ മനസ്സിലാക്ക്, നീ കണ്ടു വിശ്വസിക്ക്. തോമസ് വരുന്നത് ബ്രൂട്ടസിനെ പോലെയാണ്. വീണ്ടും ആ തിരുവിലാവിലേക്ക് കത്തിയിറക്കുന്ന ബ്രൂട്ടസ്. നാം ചോദിക്കുകയാണ്, ബ്രൂട്ടസ്. യഥാർത്ഥത്തിൽ ഈ സഭയെ തകർക്കുന്ന ബ്രൂട്ടസുമാർ ഈ കാലഘട്ടത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ശക്തിയോടുകൂടെ നിൽക്കേണ്ട, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. മുല്ലപ്പെരിയാർ തകർത്ത് നമ്മെ തകർക്കാമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. അന്തരമല്ല, ഈ മുല്ലപ്പെരിയാർ തകർത്തുകൊണ്ട് നമ്മെ തകർക്കാമെന്ന് വിചാരിക്കുന്നവര് ഇനിയും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നവരെ തകർക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വലിയൊരു സൂചനയാണ്. നമുക്ക് മുല്ലപ്പെരിയാറിനെതിരെയും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ അതിനെയും നമുക്ക് ഡെമോക്രസിന്റെ വാള് പോലെയാണ്, എപ്പോഴും വരും. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം, അത് വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നെന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാർഷിക മേഖലയിലുള്ള നമ്മുടെ പ്രതിസന്ധികൾ, അതുപോലെയുള്ള മറ്റ് മേഖലകളിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും മുന്നിലേക്ക് കൊണ്ടുവന്ന് വിജയം വരുത്തുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിജയം നമ്മോടൊപ്പം ഉണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആരെയും ആർക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ധീരതയോടുകൂടി മുന്നോട്ട് പോകാം.